ഇനി നമ്മൾ മോഡ്യൂൾ 6-ലെ ലാസ്റ്റ് ടോപ്പിക് അഡ്വാൻസ്ഡ് ഡേറ്റ മൈനിങ് ടെക്നീക്സ് ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിലെ ആദ്യത്തെ ടോപ്പിക്കാണ് വെബ് മൈനിങ്. ഓക്കെ, സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് വെബ് മൈനിങ്. ഇനി വാട്ട് ഇസ് വെബ് മൈനിങ്? വേൾഡ് വൈഡ് വെബിലുള്ള ഡേറ്റയെ മൈൻ ചെയ്യുന്നതിനാണ് വെബ് മൈനിങ് എന്ന് പറയുന്നത്. അത് രണ്ട് തരമുണ്ട്. ഒന്ന് ആക്ച്വൽ ഡേറ്റ പ്രസൻറ്റ് എന്ന് വെച്ചാൽ കണ്ടൻറ്റിനെ മൈൻ ചെയ്യുന്നതാണ് ആദ്യത്തേത്. ഇനി കണ്ടൻറ് മൈനിങ് മാത്രമല്ല, ആക്ടിവിറ്റി മൈനിങ്ങും ഉണ്ട്. എന്ന് വെച്ചാൽ ഒരാൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേൾഡ് വൈഡ് വെബ് യൂസ് ചെയ്യുമ്പോൾ അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നുള്ളതും മൈൻ ചെയ്തെടുക്കാം. അങ്ങനെ രണ്ട് തരമാണ് വെബ് മൈനിങ് ഉള്ളത്. ഇനി വെബിൻ്റെ ഡേറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നത് ഈ ഓരോ തരം ഡേറ്റയെയും നമുക്ക് മൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ ദ ക്ലാസിഫിക്കേഷൻസ് ഓഫ് വെബ് ഡേറ്റ ആർ ദീസ് 5. ഒന്ന് കണ്ടൻറ്റ് ഓഫ് ദി ആക്ച്വൽ പേജ്. അപ്പോൾ പേജിലുള്ള പിക്ചേഴ്സോ ടെക്സ്റ്റോ എന്തേലും, ദാറ്റ് ഇസ് സൗണ്ടോ വീഡിയോയോ എന്തേലും ആയിക്കോട്ടെ, വാട്ട് എവർ ഇസ് ഓൺ ദ പേജ്, ആക്ച്വൽ കണ്ടൻറ്റ്, അതിനെ നമുക്ക് മൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ സ്ട്രക്ചർ മൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. സ്ട്രക്ചർ രണ്ട് തരമുണ്ട്. ഇൻട്രാ പേജും ഉണ്ട്, ഇൻ്റർ പേജും ഉണ്ട്. ഓക്കെ, ഇൻട്രാ പേജ് സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ എന്ത് സ്ട്രക്ചറാണോ, പിക്ചേഴ്സ് എവിടെയാണ് കൊടുത്തിരിക്കുന്നത്, കോഡിങ് ഏത് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്, ആ രീതി, അതൊക്കെയാണ് ഇൻട്രാ പേജ് സ്ട്രക്ചർ. ഇൻ്റർ പേജ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതല്ല, ഒരു പേജിൽ നിന്ന് വേറൊരു പേജിലേക്ക് ലിങ്കുകൾ ഏത് രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, അതാണ് ഇൻ്റർ പേജ് സ്ട്രക്ചർ. പിന്നെ ഉള്ളത് യൂസേജ് മൈനിങ് ആണ്. രണ്ട് തരം യൂസേജ് മൈനിങ് ഉണ്ട്. ഒന്ന് യൂസേജ് ഡേറ്റ എന്ന് വെച്ചാൽ ഡിസ്ക്രൈബ്സ് പേജസ്, ഓരോരുത്തർ ഏതൊക്കെ രീതിയിൽ ആക്സസ് ചെയ്യുന്നത്, ഏതൊക്കെ പേജസിന് കൂടുതൽ ആക്സസ് ഉണ്ട്, എന്താണ് ആ പേജിൽ ആക്സസ് ചെയ്യുന്നത്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ആണ് യൂസേജ് ഡേറ്റ, യൂസറിൻ്റെ യൂസേജ് ഡേറ്റ. രണ്ടാമത് യൂസറിൻ്റെ പ്രൊഫൈൽ, യൂസറിനെ കുറിച്ചുള്ള ഡേറ്റ. ഒന്ന് അവർ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് വെബ് എന്നുള്ള ഡേറ്റ, മറ്റേത് യൂസറിനെ കുറിച്ചുള്ള ഡേറ്റ. അപ്പം ഏജ് ഗ്രൂപ്പും അവരുടെ പ്രൊഫഷനും അങ്ങനത്തെ പല കാര്യങ്ങൾ, ഇൻട്രസ്റ്റുകൾ, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ് യൂസർ പ്രൊഫൈൽസിലുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് വെബ്സൈറ്റ്സിൽ നിന്നും നമുക്ക് മൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത്. ദീസ് ആർ ദ വെബ് ഡേറ്റ. നൗ വെബ് മൈനിങ്ങിനെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ഡേറ്റയെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തേത് വെബ് കണ്ടൻറ്റ് മൈനിങ്. ഈ വെബ് കണ്ടൻറ്റ് മൈനിങ് ഒന്ന് പേജിലെ കണ്ടൻറ്റ്, രണ്ട് സെർച്ച് റിസൾട്ടിൻ്റെ മൈനിങ്. എന്നുവെച്ചാൽ നമ്മൾ കീവേഡ് കൊടുത്ത് ഒരു സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ പേജസാണ് ആദ്യമേ നമുക്ക് കിട്ടുന്നത്, റിസൾട്ട് എന്തൊക്കെയാണ് കിട്ടുന്നത്, അതിലെ ഏത് പേജസാണ് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്, അങ്ങനത്തെയൊക്കെ ഡീറ്റെയിൽസാണ് സെർച്ച് റിസൾട്ട് മൈനിങ്. ഇങ്ങനെയാണ് വെബ് കണ്ടൻറ്റ് മൈനിങ്ങിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് വൺ പർട്ടിക്കുലർ റിസർച്ചിൻ്റെ ഫൈൻഡിങ്സ് ആണ് ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഡൺഹാം ടെക്സ്റ്റ് ബുക്കിലാണ് വെബ് മൈനിങ് ഉള്ളത്. അതിൽ കൊടുത്തിരിക്കുന്ന ഈ ക്ലാസിഫിക്കേഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇത് തന്നിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ വേറെ ടെക്സ്റ്റ് ബുക്കാണ് നോക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഡീറ്റെയിൽസ് വിൽ ബി ഡിഫറെൻറ്റ്. ബട്ട് സിൻസ് യുവർ സിലബസ് സേസ് ഡൺഹാം ടെക്സ്റ്റ് ബുക്ക്, ഐ എം ടീച്ചിങ് ഫ്രം ദ ഡൺഹാം ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, നൗ വെബ് മൈനിങ്. അടുത്തത് സ്ട്രക്ചർ മൈനിങ്. സ്ട്രക്ചർ മൈനിങ് ഞാൻ ഓൾറെഡി പറഞ്ഞത് രണ്ടായിട്ടാണ് തിരിച്ചത്. ഇൻട്രാ പേജ് സ്ട്രക്ചറും ഇൻ്റർ പേജ് സ്ട്രക്ചറുമായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി വെബ് യൂസേജ് മൈനിങ്, ജനറൽ ട്രാക്കിംഗ്. അപ്പം വിസിറ്റേഴ്സ് ഏതൊക്കെ പേജസ് ആക്സസ് ചെയ്യുന്നു, എന്തൊക്കെയാണ് ആ പേജിൽ ആക്സസ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ് ജനറൽ ട്രാക്കിംഗ്. അടുത്തത് കസ്റ്റമൈസ്ഡ് യൂസേജ് ട്രാക്കിംഗ്. ദാറ്റ് ഇസ് നമ്മൾ എന്താണോ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്, ആ ഇൻട്രസ്റ്റിനെ ട്രാക്ക് ചെയ്യുന്നതിനാണ് കസ്റ്റമൈസ്ഡ് യൂസേജ് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഓരോ കാര്യങ്ങളും ഇൻഡിവിജ്വലി നമ്മൾ ഇച്ചിരി കൂടി ഡീറ്റെയിൽസ് നോക്കാൻ പോവാം. നൗ ബിഫോർ വി ഗോ ടു ദാറ്റ്, ആപ്ലിക്കേഷൻസ് ഓഫ് വെബ് മൈനിങ്. ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടാർഗറ്റഡ് അഡ്വർടൈസിങ് ആണ്. ഓക്കെ, അപ്പം പ്രോഡക്റ്റിനെ സെല് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഒരുപോലെ അഡ്വർടൈസ് ചെയ്യുന്നതിന് പകരം ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നവർക്ക് ടാർഗറ്റ് ചെയ്ത് അഡ്വർടൈസ് ചെയ്യുന്നതിനാണ് ടാർഗറ്റഡ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അഡ്വർടൈസ് ചെയ്യുന്ന, ദാറ്റ് ഇസ് ബയറിനെ മാത്രം ടാർഗറ്റ് ചെയ്തല്ല, വിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ ടാർഗറ്റ് ചെയ്തും ഈ വെബ് മൈനിങ് ഡേറ്റ യൂസ് ചെയ്യാം. സെല്ലിംഗ് അഡ്വർടൈസിങ് സ്പേസ്, അപ്പോൾ കമ്പനികൾക്ക് അഡ്വർടൈസിങ് സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യാം, വെബ് മൈനിങ് ഡേറ്റ യൂസ് ചെയ്യാം. പിന്നെ ഇത് രണ്ടും കൂടാതെ ഒരു വെബ്സൈറ്റിനെ ഏതൊക്കെ രീതിയിലാണോ യൂസർ ആക്സസ് ചെയ്യുന്നത് അതേ ബേസ് ചെയ്തിട്ട് യൂസറിന്
ഇഷ്ടമുള്ള രീതിയിൽ അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിരിക്കുന്ന രീതിയിൽ സ്ട്രക്ചറിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും പറ്റും. ഇതാണ് ബേസിക് ആപ്ലിക്കേഷൻസ്. ഇതിൻ്റെ കൂടെയുള്ള സബ് സെക്ഷൻസ് ആയിട്ട് ഒത്തിരിയും ആപ്ലിക്കേഷൻസ് വരും. Now we are starting with the first part, web content mining. Now web content mining, traditional search engines നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കീ വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ കോമ്പിനേഷൻസ് ഓഫ് കീ വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ് സെർച്ചിങ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ആവശ്യത്തിനുള്ളത് തന്നെ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഏത് കീവേഡാണോ സെർച്ച് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത് അതേ ബേസ് ചെയ്തിട്ടുള്ള റിസൾട്ട്സ് ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ വെബ് കണ്ടന്റ് മൈനിങ് യൂസ് ചെയ്ത് സെർച്ച് ചെയ്യുവാണെങ്കിൽ ഇറ്റ് യൂസസ് ദ കോൺസെപ്റ്റ് ഹയറാർക്കി ആൻഡ് സിനോണിംസ്, അതുപോലെ യൂസറിൻ്റെ പ്രൊഫൈല്, ലിങ്ക് അനാലിസിസ്, ഇതെല്ലാം കൂടെ യൂസ് ചെയ്തിട്ട് ആ പർട്ടിക്കുലർ യൂസറിന് ഏറ്റവും കൂടുതൽ ആവശ്യമായ പേജസ് ഏതാണെന്നൊരു സ്റ്റഡി നടത്തിയിട്ടാണ് സെർച്ചിൻ്റെ റിസൾട്ട് തരുന്നത്. ഓക്കെ, നൗ സെർച്ച് എൻജിൻസ് ക്രോളേഴ്സ് ആ യൂസ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ കീവേഡ്സ്. നൗ ക്രോളർ എന്താ അതൊക്കെ ഞാൻ പറഞ്ഞുതരും. ഈ ക്രോളേഴ്സിനെ തന്നെ മോഡിഫൈ ചെയ്ത് കണ്ടന്റ് മൈനിങ്ങിൻ്റെ റിസൾട്ട്സ് യൂസ് ചെയ്ത് ക്രോളേഴ്സിനെ ബെറ്റർ ആക്കാനായിട്ട് ഈ വെബ് കണ്ടന്റ് മൈനിങ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നൗ ദ ഡേറ്റ മൈനിങ് ടെക്നീക്സ്, ദാറ്റ് ഈസ് ഈ മൈനിങ് ടെക്നീക്സ് ട്രഡീഷണൽ സെർച്ച് എൻജിൻസിനെ ഇംപ്രൂവ് ചെയ്യാണ്. എന്താണ് ഇംപ്രൂവ് ചെയ്യുന്നത്? എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ്, സ്കേലബിലിറ്റി. സ്കേലബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വെബ്സൈറ്റ്സ് ഇപ്പം വേൾഡ് വൈഡ് വെബിലുണ്ട്. അതെല്ലാം കൂടെ എടുത്ത് സെർച്ച് ചെയ്യുന്നത് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ടോപ്പിക് വൈസ് ഇതിനെ ഡിവൈഡ് ചെയ്ത് മൈൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കേലബിലിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ദിസ് ഇസ് ദ ബേസിക്സ് ഓഫ് വെബ് കണ്ടന്റ് മൈനിങ്. ഇനി വെബ് കണ്ടന്റ് മൈനിങ് സാധാരണഗതിയിൽ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് ഏജൻറ്റ് ബേസ്ഡ് കണ്ടന്റ് മൈനിങ്ങും ഡേറ്റാബേസ് ബേസ്ഡ് കണ്ടന്റ് മൈനിങ്ങും. ഓക്കെ, ഏജൻറ്റ് ബേസ്ഡ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലാണ് ശരിക്കും പറഞ്ഞാൽ കണ്ടന്റ് മൈനിങ്ങിൻ്റെ അൽഗോറിതംസ് നമ്മൾ കൊടുക്കുന്നത്. എക്സാമ്പിൾ, ഗൂഗിൾ യൂസ് ചെയ്യുന്നത് ഈ ഏജൻറ്റ് ബേസ്ഡ് കണ്ടന്റ് മൈനിങ് ആണ് ഗൂഗിൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് എൻ എക്സാമ്പിൾ. സെർച്ച് എൻജിൻ ഇൻ്റലിജൻറ്റ് സെർച്ച് ഏജൻറ്റ്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ യൂസ് ചെയ്യുന്നത്. സോ ഏജൻറ്റ് ബേസ്ഡ് അപ്രോച്ചിൻ്റെ എക്സാമ്പിൾസ് ആണ് സെർച്ച് എൻജിൻ, ഇൻ്റലിജൻറ്റ് സെർച്ച് ഏജൻറ്റ്സ്, ഇൻഫർമേഷൻ ഫിൽറ്ററിങ് ആൻഡ് പേഴ്സണലൈസ്ഡ് വെബ് ഏജൻറ്റ്സ്. ഇനി അത് ഓരോന്നും ഏതാ? സെർച്ച് എഞ്ചിൻ എന്തോ ഞാൻ പറഞ്ഞു തരുന്നില്ല, ഓൾറെഡി നേരത്തെ പറഞ്ഞു. കീവേഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ വെബ്സൈറ്റ്സിനെ സെർച്ച് ചെയ്യുന്നതിനാണ് സെർച്ച് എഞ്ചിൻ. ഇൻ്റലിജൻറ്റ് സെർച്ച് ഏജൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസറിൻ്റെ പ്രൊഫൈലും ഡൊമെയിനിൻ്റെ നോളജും ഒക്കെ കൂടെ യൂസ് ചെയ്തിട്ട് സെർച്ച് റിസൾട്ട്സിനെ ആവശ്യമായ രീതിയിൽ ടൈലർ ചെയ്യുന്നതിനാണ് ഇൻ്റലിജൻറ്റ് സെർച്ച് ഏജൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇൻഫർമേഷൻ ഫിൽറ്ററിങ്, ഈ ഇൻഫർമേഷൻ റിട്രീവൽ ടെക്നീക്ക് എന്ന് പറയുന്നത് ചുമ്മാ കീവേഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്കാണല്ലോ ഇൻഫർമേഷൻ റിട്രീവൽ ടെക്നിക്സ്. അതിലേക്ക് തന്നെ മൈനിങ് ഡേറ്റയും കൂടെ ആഡ് ചെയ്ത് അതിനെ ഇംപ്രൂവ് ചെയ്യുന്നതിനാണ് ഇൻഫർമേഷൻ ഫിൽറ്ററിങ് എന്ന് പറയുന്നത്. ഇതിനുപയോഗിക്കുന്നത് നോളജ് ഓഫ് ലിങ്ക് സ്ട്രക്ചറാണ്. എന്നുവെച്ചാൽ ഒരു പേജിൽ നിന്നും വേറൊരു പേജിലേക്ക് എന്തൊക്കെ കണക്റ്റഡ് ആണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിട്ടാണ് ഇൻഫർമേഷൻ ഫിൽറ്ററിങ് നടത്തുന്നത്. ഓക്കെ, വേറെ അപ്രോച്ചുകളും ഉണ്ട്. ഡോക്യുമെൻറ്റ്സിനെ റിട്രീവ് ചെയ്യാനും കാറ്റഗറൈസ് ചെയ്യാനും അതിനൊക്കെ കൂടെ യൂസ് ചെയ്യുന്ന മൈനിങ് ടെക്നീക്കാണ് ഇൻഫർമേഷൻ ഫിൽറ്ററിങ്. ഇനി പേഴ്സണലൈസ്ഡ് വെബ് ഏജൻറ്റ്സ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസറിൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് നമ്മുടെ പ്രൊഫൈലും നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രിഫറൻസസ് അനുസരിച്ച് നമ്മുടെ റിസൾട്ട്സ് നമുക്ക് കാണിച്ചു തരും. അതിനെയാണ് പേഴ്സണലൈസ്ഡ് വെബ് ഏജൻറ്റ്സ് എന്ന് പറയുന്നത്. ദിസ് ഇസ് നോട്ട് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇപ്പം നമ്മൾ യൂട്യൂബാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ യൂട്യൂബിൽ നമ്മൾ ലോഗിൻ ചെയ്തിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എന്തൊക്കെ വീഡിയോസാണ് അതായിരിക്കും കാണിക്കുന്നത്. ജനറലായിട്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ ലോകത്തിൽ ആരൊക്കെയാണോ യൂട്യൂബ് യൂസ് ചെയ്യുന്നത് അവരുടെയൊക്കെ ഹയസ്റ്റ് പ്രിഫറൻസുകളായിരിക്കും കാണിക്കുന്നത്. അതാണ് ഡിഫറൻസ് ഈ പേഴ്സണലൈസ്ഡ് വെബ് ഏജൻസിൻ്റെ. ഓക്കെ, നൗ ഇതെല്ലാം ഏജൻറ്റ് ബേസ്ഡ് ആണ്. ദാറ്റ് മീൻസ് ദർ ഇസ് എ സോഫ്റ്റ്വെയർ on which the data mining techniques are performed. ഇനി ഡേറ്റാബേസ് അപ്രോച്ചസ് എന്ന് പറയുന്നത് വെബിനെ മൊത്തം ഒരു ഡേറ്റാബേസ് ആയിട്ടാണ് കരുതിയിരിക്കുന്നത്. അപ്പോൾ സ്ട്രക്ചർ ചെയ്തിട്ടില്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു മൈൻ ഡേറ്റ. പക്ഷേ സ്ട്രക്ചേർഡ് ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്വരി ലാംഗ്വേജ്, ഒത്തിരിയും ക്വരി ലാംഗ്വേജസ് റിസർച്ചിലുണ്ട് ടു മൈൻ ഡേറ്റ ഫ്രം വെബ്. സോ ഡേറ്റാബേസ് അപ്രോച്ചിൽ ക്വരി ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ടാണ് വെബിനെ ആക്സസ് ചെയ്യുന്നത്. ഇനി
ടെക്സ്റ്റ് മൈനിങ്ങും കണ്ടൻറ്റ് മൈനിങ്ങും ഒന്നിച്ച് പോകുന്ന കാര്യമാണ്. കാരണം ഐ ടോൾഡ് യു കണ്ടൻറ്റ് മൈനിങ് തന്നെ പേജിൻ്റെ അകത്ത് കാണുന്ന കാര്യങ്ങളാണ് നമ്മൾ മൈൻ ചെയ്തെടുക്കുന്നത്. സോ അതാണ് ടെക്സ്റ്റ് മൈനിങ് എന്ന് പറയുന്നത്. ഇനി കണ്ടൻറ്റ് മൈനിങ് ഇസ് എ ടൈപ്പ് ഓഫ് ടെക്സ്റ്റ് മൈനിങ്. ഓക്കെ, ഈ പർട്ടിക്കുലർ ഡയഗ്രാം കാണുന്നത് എയറാർക്കിയാണ്, ടെക്സ്റ്റ് മൈനിങ്ങിൻ്റെ എയറാർക്കിയാണ്. ഇതാണ് ദ ലോവസ്റ്റ് ലെവൽ. ഓക്കെ, ഈ ഫംഗ്ഷനാണ് ഏറ്റവും ഈസിയസ്റ്റ് സിംപ്ലസ്റ്റ് ഫംഗ്ഷൻ ടു പെർഫോം. താഴോട്ട് പോകുന്നതിനനുസരിച്ച് ഹയർ കോംപ്ലക്സിറ്റിയും ബെറ്റർ മോർ കോംപ്ലക്സ് ഫങ്ഷൻസ് ആണ് ഈ താഴെ കാണുന്നത്. ഇതിലൊക്കെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിൽ ഇപ്പോൾ ഒത്തിരി റിസർച്ച് നടക്കുന്ന ഒരു ഏരിയ ആണ്. ഫസ്റ്റ് ഏരിയ ഈസ് കീവേഡ് സെർച്ച്. ഓക്കെ, ടെക്സ്റ്റ് മൈൻ ചെയ്യാനായിട്ട് കീവേഡ്സ് യൂസ് ചെയ്തിട്ട് അത് യൂസ് ചെയ്ത് നമ്മൾ സെർച്ച് ചെയ്യുന്നു. സെക്കൻഡ് എന്ന് പറയുന്നത് ടേം അസോസിയേഷൻ. നമ്മൾ കൊടുക്കുന്ന കീവേഡ് മാത്രമല്ല, ഈ കീവേഡിനോട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് വാക്കുകളും കൂടെ ചേർത്തിട്ടായിരിക്കും ടേം അസോസിയേഷൻ മൈനിങ്ങിൽ ചെയ്യുന്നത്. ഇനി സിമിലാരിറ്റി സെർച്ച് ആണെന്നുണ്ടെങ്കിൽ കീവേഡ് മാത്രമല്ല, അസോസിയേഷൻസ് മാത്രമല്ല, അതുപോലത്തെ സിമിലർ ആയിട്ടുള്ള സെർച്ചുകൾ മറ്റുള്ളവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട്സും കൂടെ കാണിക്കും. ഓക്കെ, നൗ സിമിലാരിറ്റി സെർച്ച് കൂടാതെ ഡേറ്റ മൈനിങ് ടെക്നിക്സ് യൂസ് ചെയ്യുമ്പോഴത്തേനും ക്ലാസിഫിക്കേഷൻ ചെയ്യും. നമ്മൾ ഏത് കീവേഡാണോ കൊടുത്ത് സെർച്ച് ചെയ്തിരിക്കുന്നത് ഓർ സിമിലാരിറ്റി സെർച്ച് ചെയ്തിരിക്കുന്നത്, ഇതിന് ഓരോ ക്ലാസ്സസ് കാണും. ആ ക്ലാസിഫിക്കേഷൻ്റെ ഉള്ളിലുള്ള ഡേറ്റകളും അത് മാറി മാറി സെർച്ച് ചെയ്ത് കാണിക്കും. അതുപോലെ ക്ലസ്റ്ററിങ്, കീവേഡിനനുസരിച്ച് കുറേ പേജസ് ക്ലസ്റ്റർ ചെയ്തിട്ടുണ്ടാകും. സോ ദീസ് മെത്തേഡ്സ് ഓൾസോ ക്യാൻ ബി യൂസ്ഡ്. ഡേറ്റ മൈനിങ് മെത്തേഡ്സ് ആണ്. ഇനി ഇതിനെക്കാട്ടിലും ഇത്തിരി അഡ്വാൻസ്ഡ് മെത്തേഡാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്. ഈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ ടൈപ്പ് ചെയ്യുന്ന സാധനം കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന രീതിയിലേക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യിപ്പിക്കുന്നതിനാണ്. ക്വസ്റ്റൻ ആൻസേഴ്സ് അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾ. ദിസ് ഇസ് നോട്ട് ജസ്റ്റ് ഫോർ സെർച്ചിങ്, ദിസ് ഇസ് ഫോർ യൂസർ ഇൻ്റർഫേസസ്, ഹ്യൂമൻ കമ്പ്യൂട്ടർ ഇൻറ്ററാക്ഷന് വേണ്ടിയിട്ടുള്ള യൂസർ ഇൻ്റർഫേസസിൽ യൂസ് ചെയ്യുന്നതാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. ദിസ് ഇസ് അവർ ടെക്സ്റ്റ് മൈനിങ്ങിൻ്റെ എയറാർക്കിയാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, ഇനി നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് മൈനിങ്ങിൽ യൂസ് ചെയ്യുന്നത് നോർമലി ഹിഡൻ സെമാൻറ്റിക്സ് ഓഫ് ദ സിസ്റ്റം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഹിഡൻ സെമാൻറ്റിക്സ് എന്ന് വെച്ചാൽ എന്തുവാ, നമ്മൾ പറയുന്നത് മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ബിഹൈൻഡിലുള്ള മീനിങ് കൂടെ കണ്ടെത്തിയിട്ട് ക്വസ്റ്റൻ ആൻസർ സിസ്റ്റമായിട്ട് ദ സിസ്റ്റം വിൽ ആസ്ക് മോർ ക്വസ്റ്റ്യൻസ്. അതിന് കൊടുക്കുന്ന ആൻസറിനെ ബേസ് ചെയ്തിട്ട് അത് ഓരോ സ്റ്റെപ്പിലും ഡെഡ്യൂസ് ചെയ്യുകയാണ് നമുക്ക് ആക്ച്വലി എന്താണ് ആവശ്യമുള്ളത്. സോ ഇറ്റ് ഇസ് എ ഹ്യൂമൻ കമ്പ്യൂട്ടർ ഇൻറ്ററാക്ഷൻ സിസ്റ്റമാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് നോർമലി യൂസ് ചെയ്യുന്നത്. ഇനി ട്രഡീഷണൽ ടെക്സ്റ്റ് മൈനിങ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കീവേഡ് സെർച്ചിങ്, സിമിലാരിറ്റി മെഷേഴ്സ്, ക്ലസ്റ്ററിങ്, ക്ലാസിഫിക്കേഷൻ, ഇങ്ങനത്തെയൊക്കെ ടെക്സ്റ്റ് മൈനിങ് ഡേറ്റ യൂസ് ചെയ്തിട്ടാണ്, ടെക്സ്റ്റ് മൈനിങ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് ട്രഡീഷണൽ ടെക്സ്റ്റ് മൈനിങ് ചെയ്യുന്നത്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് സം ഓഫ് ദ ഏജൻറ്റ് ബേസ്ഡ് കണ്ടൻറ്റ് മൈനിങ് ടെക്നിക്സ്. ഏജൻറ്റ് ബേസ്ഡ് ആദ്യത്തേത് ക്രോളേഴ്സ്. ക്രോളർ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു വെബ് പേജിൽ നിന്നും നമ്മുടെ ഗൂഗിൾ അതൊരു ക്രോളറാണ്. നമ്മളൊരു URL ടൈപ്പ് ചെയ്യുന്നു. ആ URLന്ന് തുടങ്ങി നമുക്ക് ആ പേജിൽ നിന്നും അതിലുള്ള ലിങ്കുകൾ 1 by 1 ട്രാവേഴ്സ് ചെയ്ത് നമുക്ക് വേറെ വേറെ പേജസിലേക്ക് പോകാനായിട്ട് പറ്റുന്നു. ആ ഫെസിലിറ്റി ആണ് ഈ പ്രോഗ്രാം, ക്രോളർ പ്രോഗ്രാം തരുന്നത്. ഓക്കെ, നൗ ദിസ് വർക്ക്സ് ഓൺലി വിത്ത് ഹൈപ്പർ ടെക്സ്റ്റ് സ്ട്രക്ചർ. ഓക്കെ, നൗ ക്രോളേഴ്സ് തന്നെ 3 തരമുണ്ട്. പീരിയോഡിക് ക്രോളർ, ഇൻക്രിമെൻ്റൽ ക്രോളർ ആൻഡ് ഫോക്കസ്ഡ് ക്രോളർ. പീരിയോഡിക് ക്രോളർ, ഈ ക്രോളർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു URL കൊടുത്തു കഴിയുമ്പോഴത്തേനും ക്രോളർ അതിൻ്റെ അകത്തുള്ള എല്ലാ ലിങ്കുകളിലൂടെയും പാസ് ചെയ്ത് ഒരു ഇൻഡെക്സ് പോലെ ക്രിയേറ്റ് ചെയ്ത് വെക്കും. സോ അടുത്ത പ്രാവശ്യം നമ്മളത് സെർച്ച് ചെയ്യുമ്പോഴത്തേനും ആ ഇൻഡെക്സിൽ സെർച്ച് ചെയ്ത് പേജ് ക്വിക്കറായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പീരിയോഡിക് ക്രോളർ ആക്ടിവേറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഇസ് ഇൻഡെക്സ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യവും വെബ്സൈറ്റ് ഇമ്പ്രൂവ് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ ഇൻഡെക്സ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണം. അപ്പം ഈ പീരിയോഡിക് ക്രോളർ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴത്തേനും പഴയതിനെ റീപ്ലേസ് ചെയ്ത് മൊത്തം വീണ്ടും ചെയ്യും. പഴയതിനെ റീപ്ലേസ് ചെയ്ത് പുതിയ ഇൻഡെക്സിനെ ക്രിയേറ്റ് ചെയ്ത് വെക്കും. അതാണ് പീരിയോഡിക് ക്രോളർ. ഓക്കെ, എപ്പോഴും നടക്കുന്ന കാര്യമല്ല, ആവശ്യമുള്ളപ്പോൾ പീരിയോഡിക്കലി ആക്ടിവേറ്റ് ചെയ്യുന്നതാണ് പീരിയോഡിക് ക്രോളർ. ഇൻക്രിമെൻ്റൽ ക്രോളർ എന്ന് പറയുന്നത് മൊത്തം റീപ്ലേസ് ചെയ്യേണ്ട, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഡെക്സ് നമുക്കുണ്ട്.
പുതിയത് എന്താണോ സംഭവിച്ചിരിക്കുന്നത് അതിനെ മാത്രം അപ്ഡേറ്റ് ചെയ്തു പോകാൻ പറ്റുന്ന ക്രോളറാണ് ഇൻക്രിമെൻ്റൽ ക്രോളർ. അപ്പോൾ ഇതിൻ്റെ ഇൻഎഫിഷ്യൻസി കട്ട് ചെയ്യുന്നതാണ് ഈ ഇൻക്രിമെൻ്റൽ ക്രോളർ. ഓക്കെ, ഇനി ഫോക്കസ്ഡ് ക്രോളർ എന്ന് പറയുന്നത് ഇത് രണ്ടും പോലെയല്ല. ഇത് എല്ലാ ഡേറ്റയും എടുത്തു വെച്ചിട്ട് എല്ലാത്തിനും കൂടെ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാണ് ഇത് രണ്ടും ചെയ്യുന്നത്. ഫോക്കസ് ക്രോളർ അങ്ങനെയല്ല. ഏത് ടോപ്പിക്കാണോ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്, നമുക്ക് ആവശ്യമുള്ളത് ഏതാണോ അതിൻ്റെ ഇൻഡെക്സിനെ ക്രോൾ ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഫോക്കസ്ഡ് ക്രോളർ ചെയ്യുന്നത്. ഇനി അനദർ സിസ്റ്റം ഈസ് കോൾഡ് ഹാർവെസ്റ്റ് സിസ്റ്റം. ദിസ് ഇസ് ഓൾസോ ഏജന്റ് ബേസ്ഡ്. ഹാർവെസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സെറ്റ് ഓഫ് ടൂൾസാണ്. ഈ ടൂളുകൾ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനായിട്ട് പല സോഴ്സുകളിൽ നിന്നും, ഒരു വെബ്സൈറ്റിൽ നിന്നോ ഒരു പേജിൽ നിന്നോ അല്ല, പല പേജുകളിൽ നിന്നും ഇൻഫർമേഷനെ ഗ്യാദർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഹാർവെസ്റ്റ് സിസ്റ്റം. അതിൽ ഒത്തിരി ടൂളുകളുണ്ട്. ഈ ടൂളുകളെല്ലാം ഗ്യാദറേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഗ്യാദറേഴ്സ് ചെയ്യുന്നത് ആക്ച്വലി ഇൻഫർമേഷനെ ഇൻഡെക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സർവീസ് പ്രൊവൈഡേഴ്സിൽ നിന്നും ആക്ച്വലി ഇൻഫർമേഷനെ ഗ്യാദർ ചെയ്യുന്നതാണ് ഗ്യാദറേഴ്സ് ചെയ്യുന്നത്. ബ്രോക്കേഴ്സ് അങ്ങനെയല്ല, ഇൻഡെക്സിനെ പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഇൻ്റർഫേസിനെ പ്രൊവൈഡ് ചെയ്യും, ലിങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ബ്രോക്കേഴ്സ് ചെയ്യുന്നത്. ഇപ്പം ഈ ബ്രോക്കർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഡയറക്റ്റ്ലി ഗ്യാദറേഴ്സിന് കൊടുക്കാം, അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് മറ്റു ബ്രോക്കറുകൾക്ക് ലിങ്കുകൾ പ്രൊവൈഡ് ചെയ്യാം. സോ ഒരു ഗ്യാദററിലേക്കാണ് നമ്മൾ ഇന്നത് വേണം എന്ന് നമ്മൾ കൊടുക്കുന്നത്. അത് ബ്രോക്കറുകൾ വഴിയാണ് മറ്റ് സൈറ്റുകളിൽ നിന്നുള്ള ഇൻഫർമേഷൻ എല്ലാം കളക്ട് ചെയ്ത് നമുക്ക് ഒരിടത്ത് തരും. ഓക്കെ, നൗ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ അല്ല ഇൻഡെക്സ്. നമ്മുടെ ടോപ്പിക് എന്തായിരുന്നോ അതേ ബേസ് ചെയ്തിട്ടാണ് ഹാർവെസ്റ്റിംഗ് നടക്കുന്നത്. സോ ഗ്യാദറേഴ്സും ബ്രോക്കേഴ്സും വർക്ക് ചെയ്യുന്നത് ഈ ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ഈ ടോപ്പിക് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ വെബിലുള്ള സർവർ ഡേറ്റ വെച്ചിട്ട് ഇത് കളിക്കുന്നില്ല. ആ ടോപ്പിക്കെ ബേസ് ചെയ്തിട്ടുള്ള ഡേറ്റ മാത്രം യൂസ് ചെയ്താണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്കേലബിലിറ്റി ഇത്തിരി ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട് ഈ മെത്തേഡിൽ. ഇനി വാട്ട് ആർ ദ പ്രോബ്ലംസ് വിത്ത് വെബ് കണ്ടന്റ് മൈനിങ്? നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കണ്ടന്റ് മൈനിങ് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ക്വരി ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റയ്ക്ക് ഒരു സ്ട്രക്ചർ വേണം. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ വെബ് പേജസ് എല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് HTML യൂസ് ചെയ്തിട്ടാണ്. ഇറ്റ് ഈസ് ഓൺലി സെമി സ്ട്രക്ചേർഡ്. ഈ സെമി സ്ട്രക്ചേർഡ് ആകുമ്പോഴത്തേനും ക്വരി ചെയ്യാനായിട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്. അതിനെ ഏതെങ്കിലും രീതിയിൽ ട്രാൻസ്ഫോമോ കൺവേർട്ടോ ചെയ്തിട്ട് വേണം നമുക്ക് ഇതിനെ ക്വരി ചെയ്യാനായിട്ട്. സോ ദ പ്രോസസ് ഈസ് ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൾട്ട്. ഇപ്പം ഈ HTMLസിനെ പതുക്കെ XML-ലേക്ക് കൺവേർട്ട് ചെയ്ത് വരുന്നുണ്ട്. ആൻഡ് പുതിയതെല്ലാം XML-ലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ദിസ് ഈസ് എ സ്ട്രക്ചേർഡ് ഡോക്യുമെൻറ്റ് ആൻഡ് ദിസ് മേക്സ് മൈനിങ് പ്രോസസ് ഈസിയർ. നൗ നെക്സ്റ്റ് ഇസ് കണ്ടന്റ് മൈനിങ് കഴിഞ്ഞു. ഇനി സ്ട്രക്ചർ മൈനിങ്. നേരത്തെ ഞാൻ പറഞ്ഞു സ്ട്രക്ചർ മൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേജിൻ്റെ അകത്തുള്ള സ്ട്രക്ചർ എന്താണെന്നും ഇൻ്റർ പേജ് അതിൻ്റെ ലിങ്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേജുകൾ കണക്ട് ചെയ്ത് പോകുന്ന സ്ട്രക്ചർ എന്താണെന്നും സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് വെബ് സ്ട്രക്ചർ മൈനിങ്. ഓക്കെ, ഇതിൽ മൈനിങ് ചെയ്ത് കഴിയുമ്പോൾ ഒരു മോഡലാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഓഫ് ദി ഓർഗനൈസേഷൻ ഓഫ് ദ ഡേറ്റ ഇൻ ദ പേജസ് ഓർ ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ ഇൻ കണക്റ്റിംഗ് പേജസ്. അങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത്. ഓക്കെ, ഈ പേജസിനെ ഈ സ്ട്രക്ചർ മൈനിങ് ഉപയോഗിച്ച് പേജസിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. സിമിലാരിറ്റി മെഷേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഡേറ്റ ഏത് പേജിൽ നിന്നാണ് വരുന്നത്, ആ പേജ് ഒത്തിരി പേര് ആക്സസ് ചെയ്യുന്നതാണോ, അതിന് അതോറിറ്റി ഉള്ള പേപ്പറാണോ, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടാനായിട്ട് പറ്റും. നൗ വെബ് കണ്ടന്റ് മൈനിങ് എന്ന് പറയുന്നത് ഈ സ്ട്രക്ചറേലും കൂടെ ബേസ് ചെയ്തിട്ട് മാത്രമേ എഫക്റ്റീവ്നെസ് ഉണ്ടാവത്തുള്ളൂ. സോ കണ്ടന്റ് മൈനിങ്ങും സ്ട്രക്ചർ മൈനിങ്ങും ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഫോർ സ്ട്രക്ചർ മൈനിങ് ഉപയോഗിക്കുന്ന ചില ടെക്നീക്സ് ആണ് ഈ പറയുന്നത്. ഓക്കെ, സോ പേജ് റാങ്ക്. പേജ് റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പേജിനും ഒരു നമ്പർ, റാങ്കിങ് നമ്പർ കൊടുക്കും ബേസ്ഡ് ഓൺ എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി ഓഫ് സെർച്ച് എൻജിൻസ്. എന്നുവെച്ചാൽ ഈ റാങ്ക് കൊടുക്കുന്നതിനനുസരിച്ച് സെർച്ച് എൻജിൻസിന് ഏത് പേജ് ആദ്യം കാണിക്കണമെന്ന് തീരുമാനിക്കാനായിട്ട് പറ്റും. പക്ഷേ ഇതെങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഓക്കെ, ഇത് മെഷർ ചെയ്യാനായിട്ട് ഇമ്പോർട്ടൻസ് ഓഫ് എ പേജ് ആണ് നോക്കുന്നത്. എന്നിട്ട് ആ ഇമ്പോർട്ടൻസെ ബേസ് ചെയ്തിട്ട്
പ്രയോറിറ്റൈസ് ചെയ്യും ഈ പേജിനെ. ഓക്കെ, വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. എത്ര പേര് ഈ പേജിലേക്ക് ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ പല വെബ്സൈറ്റിൽ നിന്നും ഈ പേജിലേക്ക് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് BACK ആണ് ബാക്ക് ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ പേജ് റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഇസ് എ വാല്യൂ, ചുമ്മാ കൗണ്ട് അല്ല, എ വാല്യൂ കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് പേജസ് ദാറ്റ് പോയിന്റ് ടു ദിസ് പേജ്. അപ്പോൾ ഈ പേജിനെ റെഫർ ചെയ്തിരിക്കുന്ന വേറെ എത്ര പേജുകൾ ഉണ്ടെന്നുള്ളതാണ് ഈ പേജ് റാങ്ക് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ചുമ്മാ കൗണ്ട് എടുക്കുന്നതിന് പകരം ഒരു പർട്ടിക്കുലർ പേജ് ഹൈലി അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പേജാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വെബ് പേജ് ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് ആ പേജിൽ നിന്നും ഇങ്ങോട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ലിങ്കിന് ഹയർ വെയിറ്റ് കാണും. എന്നാൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലാത്ത, ആരും അധികം നോക്കാത്ത ഒരു പേജിലേക്ക് ഇതിലേക്ക് ഒരു ലിങ്ക് ഉണ്ടെങ്കിൽ അതിന് ലെസ് വെയിറ്റ് ആയിരിക്കും ഉള്ളത്. അങ്ങനെ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് ഒരു വെയ്റ്റഡ് കൗണ്ടാണ് പേജ് റാങ്ക് എന്ന് പറയുന്നത്. ഈ റാങ്കെ ബേസ് ചെയ്തിട്ടാണ് ഒരു പേജ് ഇമ്പോർട്ടൻ്റ് ആണോ അല്ലയോ എന്ന് സെർച്ച് എൻജിൻ തീരുമാനിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ക്വരി വരുമ്പം ആ പ്രയോറിറ്റി ബേസ് ചെയ്തിട്ടായിരിക്കും അതിനെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അനദർ മെത്തേഡ് ഇസ് ക്ലെവർ. ക്ലെവർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇത് അതോറിറ്റേറ്റീവ് പേജസും ഹബ്സും എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, വാട്ട് ഇസ് അതോറിറ്റേറ്റീവ് പേജസ്? ബെസ്റ്റ്, ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനുള്ള ബെസ്റ്റ് സോഴ്സ് ആയിട്ടുള്ള ഒരു പേജാണ് അതോറിറ്റേറ്റീവ് പേജ് എന്ന് പറയുന്നത്. ഇനി ഹബ് എന്തുവാ? പല അതോറിറ്റേറ്റീവ് പേജിലേക്ക് ലിങ്കുകൾ കൊടുത്തിട്ടുള്ള ഒരു പേജാണ് ഹബ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഈ ക്ലെവർ സിസ്റ്റം എന്തുവാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഐഡൻറ്റിഫൈസ് അതോറിറ്റേറ്റീവ് പേജസ് ആൻഡ് ഹബ്സ്. എന്നിട്ട് ഈ ഓരോ പേജുകൾക്ക് വെയിറ്റ് കൊടുക്കും, നേരത്തെ പോലെ തന്നെ പ്രയോറിറ്റി കൊടുക്കും. അപ്പോൾ ഒരു ടോപ്പിക് സെർച്ച് ചെയ്യുമ്പോഴത്തേനും ആ പർട്ടിക്കുലർ ടോപ്പിക്കിൻ്റെ ഏറ്റവും അതോറിറ്റേറ്റീവ് പേജോ ഹബ്ബോ ആയിരിക്കും ആദ്യം റിസൾട്ടിൽ വരുന്നത്. ബാക്കി വിൽ ബി ഇൻ ഡിസെൻഡിങ് ഓർഡർ ഓഫ് ദിസ് അതോറിറ്റി. ഓക്കെ, ഇനി ലാസ്റ്റ് ടോപ്പിക് ഇസ് വെബ് യൂസേജ് മൈനിങ്. യൂസേജ് മൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തരത്തിലാണ് യൂസേജ് മൈനിങ്. ഒന്ന്, യൂസർ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് വെബ് ഡേറ്റ എന്നുള്ളതാണ് ഒരു ഡേറ്റ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്, യൂസേഴ്സിൻ്റെ ഡേറ്റ എന്തൊക്കെയാണ്, പ്രൊഫൈൽ ഡേറ്റ, അതാണ് അടുത്തത് എന്ന് പറയുന്നത്. ഈ ഡേറ്റ, യൂസേജ് ഡേറ്റ സാധാരണഗതിയിൽ ലോഗിൽ നിന്നുമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് ഒരു ലോഗിങ് സിസ്റ്റം ഉണ്ടാവും, അതിൽ നിന്നുമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ യൂസേജ് മൈനിങ് ഈസ് ഓൾസോ കോൾഡ് ക്ലിക്ക് സ്ട്രീം. കാരണം മൗസ് എവിടൊക്കെ ക്ലിക്ക് ചെയ്യുന്നു അതേ ബേസ് ചെയ്തിട്ടാണ് നോർമൽ കേസിൽ ഈ ലോഗിങ് നടത്തുന്നത്. അതുകൊണ്ടാണ് ക്ലിക്ക് സ്ട്രീം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലോഗുകളെ എക്സാമിൻ ചെയ്ത് രണ്ട് രീതിയിൽ, ക്ലയൻറ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നും യൂസേജ് നമുക്ക് മൈൻ ചെയ്യാം, അല്ലെങ്കിൽ സെർവറിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നും നമുക്ക് യൂസേജ് മൈൻ ചെയ്യാം. ഓക്കെ, ഇനി സെർവറിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നുമാണ് യൂസേജ് മൈൻ ചെയ്യുന്നതെങ്കിൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് സൈറ്റ്സ് വേർ ദ സർവീസ് റിസൈഡ്സ് എന്ന് വെച്ചാൽ ഏതൊക്കെ വെബ് പേജസിലാണ് ഈ സെർവർ ഹാൻഡിൽ ചെയ്യുന്ന സർവീസുകൾ റിസൈഡ് ചെയ്യുന്നതെന്നുള്ള ഇൻഫർമേഷനാണ് അൺകവർ ചെയ്യുന്നത്. ഓക്കെ, ഇത് കിട്ടുന്നതിലൂടെ ഈ വെബ്സൈറ്റിൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ ഡേറ്റ ആക്സസ് ചെയ്യുന്നത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്നാണ് നമ്മൾ പെർസ്പെക്റ്റീവിൽ നിന്നുമാണ് നമ്മൾ യൂസേജ് മൈൻ ചെയ്യുന്നതെങ്കിൽ ക്ലയൻറ്റിനെ ഏറ്റവും നന്നായിട്ട് സെർവ് ചെയ്യാനായിട്ട് എങ്ങനെ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ക്ലയൻറ്റിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ഡേറ്റയെ ഫെച്ച് ചെയ്യോ ക്യാഷ് ചെയ്യോ, ഒരു ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സിൻ്റെ ജനറൽ യൂസേജ് പാറ്റേൺ അനുസരിച്ച് ഒരു ക്വരി നടക്കുമ്പോഴത്തേനും നമുക്ക് ആ ഡേറ്റ പ്രൊവൈഡ് ചെയ്യുമോ, അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ക്ലയൻറ്റ് പെർസ്പെക്റ്റീവിൽ നിന്നും യൂസേജ് ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, നൗ ആപ്ലിക്കേഷൻസ് ഓഫ് യൂസേജ് ഡേറ്റ. ഈ ആപ്ലിക്കേഷൻസ് എന്ന് വെച്ചാൽ ഒന്ന്, യൂസറിനെ പേഴ്സണലൈസേഷൻ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അയാളുടെ നേരത്തെ ഉള്ള ട്രാക്ക് റെക്കോർഡ് അല്ലെങ്കിൽ യൂസേജ് ഡേറ്റയെ ബേസ് ചെയ്തിട്ട് അടുത്ത ഒരു ക്വരി നടത്തുമ്പോഴത്തേനും നമുക്ക് അയാളുടെ റിസൾട്ട്സിനെ പേഴ്സണലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം പ്രീഫെച്ച് ചെയ്യുകയും ക്യാഷ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പം പെട്ടെന്ന് റിസൾട്ടുകൾ കിട്ടാനായിട്ട് സഹായിക്കും. ഓക്കെ, അടുത്തത് വെബിൻ്റെ പേജസ് ഡിസൈൻ ചെയ്യുമ്പോഴത്തേനും നമുക്ക്
ഡിസൈനിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. അടുത്തത് യൂസേഴ്സിൻ്റെ ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ ഏറ്റവും എന്താ പറയുക യൂസ്ഫുൾ ആകുന്നത് ബിസിനസ്സുകൾക്കാണ്. സോ ബിസിനസ് ഇൻ്റലിജൻസ് ഗ്യാദർ ചെയ്ത് സെയിൽസും അഡ്വർടൈസിങ്ങും ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈ യൂസേജ് ഡേറ്റ സഹായിക്കും. ഓക്കെ, വെബ് യൂസേജ് മൈനിങ് എന്ന് പറയുന്ന 3 കാര്യങ്ങളിലൂടെയാണ് വെബ് യൂസേജിനെ മൈൻ ചെയ്യുന്നത്. ഒന്ന്, ഡേറ്റയെ പ്രീ പ്രോസസ്സ് ചെയ്യണം. സോ ദർ ഇസ് എ പ്രീ പ്രോസസ്സിങ് സ്റ്റെപ്പ്. അടുത്തത് പാറ്റേൺ ഡിസ്കവറി. ഓക്കെ, ഏതൊക്കെ യൂസേജ് ഡേറ്റയിൽ നിന്ന് നമ്മൾ പാറ്റേൺസിന് ഡിസ്കവർ ചെയ്ത് അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് കണ്ടുപിടിക്കുന്നതാണ് അനാലിസിസ്. ഓക്കെ, സോ പ്രീ പ്രോസസ്സിങ് ആദ്യത്തെ സ്റ്റെപ്പിൽ വെബ് മൈനിങ്ങിന് വേണ്ടിയിട്ട് ആവശ്യമായ രീതിയിൽ ഡേറ്റയെ ഫോർമാറ്റ് ചെയ്യുന്നതിനാണ് പ്രീ പ്രോസസ്സിങ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ നേരത്തെ പഠിച്ച പ്രോസസ്സിങ് സ്റ്റെപ്സ് തന്നെയാണ്. ക്ലെൻസിങ് ഉണ്ടാവും, യൂസറിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സ് ഉണ്ടാവും, സെഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള മെത്തേഡ് ഉണ്ടാവും, പാത്ത് കംപ്ലീഷൻ, ഏതൊക്കെ പാത്തുകളാണ് പോയത്, എവിടെ തുടങ്ങി എവിടെ നിർത്തി, അങ്ങനത്തെ കാര്യങ്ങൾ, ഫോർമാറ്റിംഗ്, ഇതെല്ലാമാണ് പ്രീ പ്രോസസ്സിംഗ്. ഇതിന് ഓരോന്നിനും ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ്. ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നില്ല. അടുത്തത് ഈസ് പാറ്റേൺ ഡിസ്കവറി. പാറ്റേൺ ഡിസ്കവറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മൈൻ ചെയ്തിരിക്കുന്ന ഡേറ്റയിൽ നിന്നും പാറ്റേൺസിനെ അൺകവർ ചെയ്യുന്നതിനാണ് പാറ്റേൺ ഡിസ്കവറി എന്ന് പറയുന്നത്. അതിൽ ചെയ്യുന്ന കാര്യങ്ങൾ, ഒന്ന്, ദ ഓർഡർ ഇൻ വിച്ച് പേജസ് ആർ വിസിറ്റഡ് ഇൻ എ പർട്ടിക്കുലർ സെഷൻ. സോ ട്രാവേഴ്സൽ പാറ്റേൺ ആണ് ഒന്ന്. അടുത്ത് അസോസിയേഷൻ റൂൾസ്. നമ്മൾ ഈ പേജ് സെർച്ച് ചെയ്ത് പോകുമ്പോഴത്തേനും ഈ പേജസ് തമ്മിൽ എന്താണ് അസോസിയേഷൻ ഉള്ളതെന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അസോസിയേഷൻ റൂൾസ്. അത് നമുക്ക് പാറ്റേൺ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ട്രാവേഴ്സൽ പാറ്റേൺസ് ക്ലസ്റ്റർ ചെയ്തിട്ട് പുതിയ യൂസേഴ്സിന് ഡേറ്റ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ദിസ് ഇസ് പാറ്റേൺ ഡിസ്കവറി. ദിസ് ഇസ് ഓൾസോ പല മെത്തേഡ്സ് ഉണ്ട്. നേരത്തെ നമ്മൾ അസോസിയേഷനും പാറ്റേൺ ഡിസ്കവറിയും മൈനിങ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ നോട്ട് ഗോയിങ് ഇൻ ടു ഡീറ്റെയിൽസ്. ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് എക്സാമ്പിൾസ് ഉണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് പോയതിൽ നോക്കാം. ഇനി പാറ്റേൺ അനാലിസിസ്. അനാലിസിസ് എന്ന് കേട്ടാൽ അറിയാമല്ലോ, പാറ്റേൺസ് ഡിസ്കവർ ചെയ്തത് പ്രീവിയസ് സ്റ്റെപ്പിലാണ്. ആ ഡിസ്കവർ ചെയ്ത പാറ്റേൺസിൻ്റെ അർത്ഥം എന്താണ്, അത് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, ആ ഇൻഫർമേഷനെ ഏത് രീതിയിൽ ബിസിനസ്സുകൾക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും, ഇൻട്രസ്റ്റ് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഡേറ്റ ഏതാ, ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിനാണ് പാറ്റേൺ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, വിത്ത് ദിസ് വെബ് മൈനിങ് ഇസ് ഓവർ.